ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഹൃദയം തൊടുന്ന സുവർണ നിമിഷങ്ങൾ. MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. തൃശൂർ നഗരത്തെ ഓക്സിജൻ ഗ്രീൻ സിറ്റിയാക്കുമെന്ന് കോർപ്പറേഷൻ ബജറ്റിൽ പ്രഖ്യാപനം. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന പൊതുജന സേവന സംവിധാനം, പ്ലാസ്റ്റിക് മാലിന്യത്തിൽ നിന്ന് ഡീസൽ ഉൽപ്പാദിപ്പിക്കുന്ന പ്ലാന്റ്, ഫ്ലൈ ഓവറുകളുടെ നിർമ്മാണം തുടങ്ങിയ പ്രഖ്യാപനങ്ങളും ബജറ്റിൽ. ഭൂമിക്ക് വേണ്ടി സമരം ചെയ്യുന്നവരെ തല്ലുകയും വെടിവെച്ച് കൊല്ലുകയുമല്ല LDF നയമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. എല്ലാവരെയും ഭൂമിയുടെ അവകാശികളാക്കി മാറ്റാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും മുഖ്യമന്ത്രി. തൃശൂരിൽ BJPക്കായി കളത്തിലിറങ്ങി പത്മജ വേണുഗോപാൽ. ചുവരെഴുതി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തുടക്കം കുറിച്ചു. മത്സരിക്കാൻ പാർട്ടി നിർദ്ദേശിച്ചിട്ടില്ലെന്നും മത്സരിക്കുകയാണെങ്കിൽ തൃശൂരിലായിരിക്കുമെന്നും പത്മജ. അത്താണി റെയിൽവേ മേൽപ്പാലത്തിന് സമീപം യുവ ഡോക്ടറെ ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തി. തൃശൂർ മെഡിക്കൽ കോളേജിലെ സൈക്യാട്രിക് വിഭാഗം ഡോക്ടർ മുഹമ്മദ് റയാനാണ് മരിച്ചത്. തൃശൂരിൽ വീണ്ടും റൂട്ട് തെറ്റിച്ചോടിയ സ്വകാര്യ ബസ് മോട്ടോർ വാഹന വകുപ്പ് പിടികൂടി പിഴ ഈടാക്കി. കൊടുങ്ങല്ലൂർ തൃശൂർ റൂട്ടിലോടുന്ന വൈറ്റ് ലൈൻ ബസ്സാണ് പിടികൂടിയത്. അന്നമനട മഹാദേവ ക്ഷേത്രത്തിൽ ഉത്സവത്തിനിടെ ആനയുടെ ആക്രമണത്തിൽ യുവാവിന് പരിക്ക്. എരയാംകുടി സ്വദേശി വിവേകിനാണ് പരിക്കേറ്റത്. ഉത്സവത്തിനൊരുങ്ങി ഗുരുഭവനപുരി. ആനയോട്ടവും കൊടിയേറ്റവും ശനിയാഴ്ച. തത്വകലശാഭിഷേകം നടന്നു. വാർത്തകളിലേക്ക് വിശദമായി. പുതിയ കോർപ്പറേഷൻ ഭരണസമിതിയുടെ ആദ്യ ബജറ്റ് ഡെപ്യൂട്ടി മേയർ A. പ്രസാദ് അവതരിപ്പിച്ചു. തൃശൂർ നഗരത്തെ പച്ച പതിപ്പിച്ച് ഓക്സിജൻ ഗ്രീൻ സിറ്റിയാക്കി മാറ്റുമെന്ന് ബജറ്റിൽ പ്രഖ്യാപനം. പ്ലാസ്റ്റിക് മാലിന്യത്തിൽ നിന്ന് ഡീസൽ ഉൽപ്പാദിപ്പിക്കുന്ന പ്ലാന്റ്, വലിയ കുളത്തിൽ ഫ്ലോട്ടിംഗ് സോളാർ പാനലുകൾ സ്ഥാപിച്ച് വൈദ്യുതി ഉൽപ്പാദനം, വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റിലെ ജലം പുനരുപയോഗിക്കാൻ എന്നിവയും ബജറ്റിലെ പ്രധാന പരിസ്ഥിതി സൗഹൃദ പദ്ധതികളാണ്. കൂടാതെ മിൽക്ക് ATM, 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന പൊതുജന സേവന സംവിധാനങ്ങൾ തുടങ്ങിയ ആശയങ്ങളും ബജറ്റിൽ ഇടം നേടിയിട്ടുണ്ട്. സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷയ്ക്കും ക്ഷേമത്തിനും ബജറ്റ് പ്രത്യേക ഊന്നൽ നൽകുന്നു. സിന്തറ്റിക് ട്രാക്ക് നിർമ്മാണം, യുവാക്കൾക്കായി സ്റ്റാർട്ടപ്പ് ഇൻക്യുബേഷൻ സെന്റർ, ആധുനിക അറവുശാല തുടങ്ങിയവയും ബഡ്ജറ്റിലെ പ്രധാന നിർദ്ദേശങ്ങളാണ്. ജനറൽ ആശുപത്രിയിലെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാനായി തുക നീക്കിവെച്ചു. കുറുപ്പം റോഡ് മുതൽ കൂർക്കഞ്ചേരി വരെയുള്ള നടപ്പാതകളിലെ അപാകതകൾ പരിഹരിക്കും. നഗരത്തിലെ പ്രധാന ജംഗ്ഷനുകൾ വികസിപ്പിക്കും. MG റോഡ് രണ്ടാംഘട്ട വികസനത്തിന് 5 കോടി രൂപ നീക്കിവെച്ചു. പുലിക്കളി പ്രോത്സാഹിപ്പിക്കുന്നതിന് ഈ വർഷം 75 ലക്ഷം രൂപ ബജറ്റിൽ പ്രഖ്യാപിച്ചു. മുൻ മേയർ ജോസ് കാട്ടൂക്കാരന്റെ സ്മരണയ്ക്കായി മിനി സ്റ്റേഡിയം നിർമ്മിക്കും. തെരുവുനായ ശല്യം തടയാൻ പദ്ധതി നടപ്പിലാക്കും. പുതിയ മാർക്കറ്റ് കെട്ടിടം, ശക്തനിൽ പുതിയ ബസ് സ്റ്റാൻഡ് നിർമ്മാണം, മിനി ടൂറിസ്റ്റ് ഹബ്ബ് എന്നിവയും ബജറ്റിൽ ഇടം നേടിയിട്ടുണ്ട്. നഗരത്തിലെ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കുന്നതിന് ഫ്ലൈ ഓവറുകൾക്കുള്ള നിർദ്ദേശവും ബജറ്റിലുണ്ട്. സാമ്പത്തിക സമാഹരണത്തിനായി മുനിസിപ്പൽ ബോണ്ടുകൾ പുറപ്പെടുവിക്കും. നികുതിദായകർക്ക് ബുദ്ധിമുട്ടുണ്ടാകാതെ നഗരസഭയുടെ സമഗ്ര വികസനം ലക്ഷ്യമിടുന്നതാണ് ബജറ്റ് എന്ന് ഡെപ്യൂട്ടി മേയർ A. പ്രസാദ് വ്യക്തമാക്കി. TCV ന്യൂസ്, തൃശൂർ. പുതിയ കോർപ്പറേഷൻ ഭരണസമിതിയുടെ വൈദ്യുതി വിഭാഗം ബജറ്റും ഡെപ്യൂട്ടി മേയർ A. പ്രസാദ് അവതരിപ്പിച്ചു. ലാലൂരിലെ 110 kV സബ്സ്റ്റേഷൻ നിർമ്മാണം 2028 പൂർത്തീകരിക്കുമെന്ന് ബജറ്റിൽ വ്യക്തമാക്കുന്നു. BPL പട്ടികയിൽ ഉൾപ്പെടുന്ന ഗുണഭോക്താക്കൾക്ക് 200 യൂണിറ്റ് വരെ സർക്കാർ അനുമതിയോടെ സൗജന്യ വൈദ്യുതി അനുവദിക്കും. ഫ്ലോട്ടിംഗ് സോളാർ പാനൽ സ്ഥാപിക്കാനായി 5 കോടി രൂപ. സ്വരാജ് റൗണ്ട് ഉൾപ്പെടെ നഗരത്തിലെ പ്രധാന നിരത്തുകളിൽ ഒരു വർഷത്തിനുള്ളിൽ ഭൂഗർഭ കേബിൾ പദ്ധതി നടപ്പാക്കാനായി 18.79 കോടി. വൈദ്യുതി വിഭാഗം ഡിജിറ്റലൈസേഷനായി 7.4 കോടി തുടങ്ങിയ പ്രഖ്യാപനങ്ങളും ബജറ്റിൽ ഇടം നേടിയിട്ടുണ്ട്. സോളാർ വൈദ്യുതി ഉൽപ്പാദന രംഗത്ത് വലിയ മുന്നേറ്റമുണ്ടാക്കാൻ കഴിഞ്ഞതായി ആമുഖ പ്രസംഗത്തിൽ മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ പറഞ്ഞു. റൂഫ് ടോപ്പ് സോളാർ പദ്ധതിയിലൂടെ 1620 ഗുണഭോക്താക്കൾക്ക് ഇതുവരെ 5.5 കോടി രൂപ സബ്സിഡി ഇനത്തിൽ ലഭ്യമാക്കിയിട്ടുണ്ടെന്നും മേയർ അറിയിച്ചു. ഭൂമിക്ക് വേണ്ടി സമരം ചെയ്യുന്നവരെ തല്ലുകയും വെടിവെച്ച് കൊല്ലുകയുമല്ല LDF നയമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. എല്ലാവരെയും ഭൂമിയുടെ അവകാശികളാക്കി മാറ്റാനാണ് LDF സർക്കാർ ശ്രമിക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു.
തൃശൂർ ടൗൺ ഹാളിൽ നടന്ന സംസ്ഥാനതല പട്ടയമേള ഓൺലൈനിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. ഭൂമിയും വീടും ആവശ്യപ്പെട്ട് സമരം ചെയ്ത ആദിവാസികളെ വെടിവെച്ചുകൊണ്ടാണ് UDF സർക്കാർ നേരിട്ടതെന്ന് അദ്ദേഹം പറഞ്ഞു. കുടിയിറക്കപ്പെട്ട 253 ആദിവാസി കുടുംബങ്ങൾക്ക് പിന്നീട് 1 ഏക്കർ ഭൂമി വീതം LDF സർക്കാരാണ് ലഭ്യമാക്കിയത്. ഈ സർക്കാരിന് ഇതുവരെയായി 4,56,000 പട്ടയങ്ങൾ വിതരണം ചെയ്യാൻ കഴിഞ്ഞുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ആഗോളവൽക്കരണത്തിന് ബദൽ നയം ആവിഷ്കരിച്ച് നടപ്പാക്കുകയാണ് LDF സർക്കാർ ചെയ്തതെന്നും മുഖ്യമന്ത്രി വിശദീകരിച്ചു. റവന്യൂ മന്ത്രി K. രാജൻ അധ്യക്ഷത വഹിച്ചു. വയോധികയായ മറിയത്തിന് പട്ടയം കൈമാറി ജില്ലയിലെ പട്ടയമേളയ്ക്ക് അദ്ദേഹം തുടക്കം കുറിച്ചു. മന്ത്രി ഡോക്ടർ ആർ ബിന്ദു, MLA മാരായ P. ബാലചന്ദ്രൻ, സനീഷ് കുമാർ ജോസഫ്, AC മൊയ്തീൻ, KK രാമചന്ദ്രൻ, ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. TCV തൃശൂർ. BJPയുടെ തൃശൂർ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ചുവരെഴുതി തുടക്കം കുറിച്ച് പത്മജ വേണുഗോപാൽ. അയ്യന്തോൾ അമർ ജവാൻ സെന്ററിലാണ് പത്മജ വേണുഗോപാൽ പ്രചരണത്തിന് തുടക്കമിട്ടത്. മത്സരിക്കാൻ പാർട്ടി നിർദ്ദേശിച്ചിട്ടില്ലെന്നും പറഞ്ഞാൽ മത്സരിക്കുമെന്നും പത്മജ പ്രതികരിച്ചു. മത്സരിക്കുകയാണെങ്കിൽ അത് തൃശൂരിൽ തന്നെ ആയിരിക്കുമെന്നും പത്മജ വ്യക്തമാക്കി. BJPയുടെ പ്രചരണത്തിന് തുടക്കമിടാനാണ് എത്തിയത്, സ്ഥാനാർത്ഥി എന്ന നിലയിലല്ലെന്നും പത്മജ പറഞ്ഞു. ഞാൻ മാക്സിമം എൻ്റെ പണി ഞാൻ ചെയ്യും, എന്നെ പണിയാതിരുന്നാൽ മതി. കാരണം ഇത്രയും ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വളരെ പ്രതീക്ഷയോട്ടാണ് വന്നത്, വളരെ സങ്കടത്തോടു കൂടിയിട്ടാണ് ഞാൻ ഇവിടുന്ന് പോയത്. അത് ഇപ്രാവശ്യം ഉണ്ടാവില്ല. കാരണം എനിക്ക് തൃശ്ശൂരുകാരെ അറിയാം. അതിലൊരു 5-6 പേര് നമുക്കിട്ട് താങ്ങി എന്നല്ലാണ്ട് തൃശ്ശൂരുകാർ അല്ലെങ്കിൽ ഞാൻ വീണ്ടും തിരിച്ച് തൃശ്ശൂർക്ക് തന്നെ വരില്ലല്ലോ. അത് എൻ്റെ നാട്ടുകാരോടുള്ള എൻ്റെ സ്നേഹമാണ്. മത്സരിക്കാൻ പറഞ്ഞാൽ അത് തൃശ്ശൂർ തന്നെ മത്സരിക്കുക. അല്ല, ഇനിയിപ്പോൾ അത് ഞാനല്ല വേറെ ആളാണെങ്കിലും എൻ്റെ പ്രവർത്തന മണ്ഡലം തൃശ്ശൂർ തന്നെയായിരിക്കും. തൃശ്ശൂർ ആര് നിൽക്കണോ അവർക്ക് വേണ്ടി ഞാൻ പ്രവർത്തിക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പ് മത്സര രംഗത്ത് നിന്ന് താൻ മാറി നിൽക്കുകയാണെന്ന മുൻ MLA-യും KPCC ജനറൽ സെക്രട്ടറിയുമായ MP വിൻസെന്റ്. പുതുമുഖങ്ങൾ മത്സര രംഗത്തേക്ക് കടന്നു വരട്ടെ എന്നും അദ്ദേഹം പറഞ്ഞു. TCVയോട് സംസാരിക്കുകയായിരുന്നു MP വിൻസെന്റ്. ഇത്തവണ UDF അധികാരത്തിൽ വരേണ്ടത് അത്യാവശ്യമാണ്. അതിന് വലിയ ശക്തി നൽകേണ്ടത് തൃശൂർ ജില്ലയാണെന്നും MP വിൻസെന്റ് പറഞ്ഞു. വ്യക്തമായിട്ടിപ്പോൾ ഇന്നലെ ഫേസ്ബുക്കിൽ ഞാൻ എഴുതിയുണ്ടായി, ഈ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിൽ നിന്ന് മാറി നിൽക്കുകയാണ്. പുതിയ ഒരു ഗവൺമെൻറ് ഉണ്ടാവേണ്ടത് ഐക്യ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പായി ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് മാറുകയാണ്. 10 വർഷക്കാലത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഈ ഭരണം ജനങ്ങൾ വളരെയധികം ദുഷ്കരമായ അവസ്ഥയിലാണ്. അപ്പം അതിൽ നിന്നൊരു മോചനം വേണമെങ്കിൽ ഐക്യ ജനാധിപത്യ മുന്നണി തന്നെ തിരിച്ചു വരണം. അതിനേറെ ശ്രദ്ധേയമായൊരു ജില്ല, ഒരു വലിയ ശക്തി കൊടുക്കേണ്ട ജില്ല തൃശ്ശൂർ ജില്ലയാണ്. എല്ലാ കാലത്തും തൃശ്ശൂരും എറണാകുളവും നല്ല രീതിയിൽ കോൺഗ്രസിന് സപ്പോർട്ട് വരുമ്പോഴാണ് ലാസ്റ്റ് കയറി വരിക. നമുക്കറിയാം, കഴിഞ്ഞ 2014 തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ നിന്ന് 6 സീറ്റ് വന്നപ്പോഴാണ് ടോട്ടൽ 72 സീറ്റിലേക്ക് എത്തിയുള്ളൂ. അപ്പോൾ ഈ വേറെ തൃശ്ശൂരിന് വലിയ സംഭാവനയുണ്ട്. അപ്പോൾ ആ സംഭാവന കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിൻ്റെ കാലഘട്ടങ്ങളിലും സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പഴി പറച്ചിലുകളും അതുപോലെ പോട്ടാപോട്ടികളുമൊക്കെ വളരെയധികം കൂടുതലായി നമ്മുടെ ഇടയിൽ, കോൺഗ്രസിനിടയിൽ, ഐക്യജനാധിപത്യ മുന്നണിയിൽ ഉണ്ടായത് വലിയ ദുഷ്കരമായി വന്നു. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. Ceramic Center. Tiles, bath fittings, sanitary ware, wallpaper, wooden and SPC flooring. Variety range of kitchen sinks. All in one roof. Ceramic Center. ഏറ്റവും ട്രെൻഡിംഗ് ഡിസൈനായ മൊറോക്കൻ ആത്തുക്കുടി ടൈൽസിന്റെ വിപുലമായ ശേഖരം. ഇവയെല്ലാം വേൾഡിലെ ടോപ്പ് ബ്രാൻഡിനൊപ്പം ബ്യൂട്ടിഫുൾ ഡിസൈനോട് കൂടി 40 വർഷത്തെ എക്സ്പീരിയൻസും വെൽ ട്രെയിൻഡ് സ്റ്റാഫുമുള്ള മോസ്റ്റ് ട്രസ്റ്റഡ് ഷോറൂം സെറാമിക് സെന്റർ. വിസിറ്റ് അവർ ഷോറൂം, എക്സ്പീരിയൻസ് ദ ഡിഫറൻസ്. സെറാമിക് സെന്റർ, ശങ്കരായ റോഡ്, നിയർ വെസ്റ്റ് ഫോർട്ട്, തൃശൂർ. അഭിനയിക്കുമ്പോഴെങ്കിലും കുറച്ച് നാച്ചുറൽ ആയിട്ട് അഭിനയിക്കടാ. ഓ, ഈ സാറന്നെ ഫുള്ളി നാച്ചുറലാ? ആടാ, ഫുള്ളി നാച്ചുറലാ. ഹരിത പേസ്റ്റ് നാച്ചുറൽ, ഹരിത സോപ്പ് ഇതും നാച്ചുറലാ. ഇത് ലതിക പേസ്റ്റ്, ഹരിത നാച്ചുറൽ ഹെയർ ഓയിൽ, അപ്പക്കുട്ടനുണ്ട് ഹരിത നാച്ചുറൽ ഹെയർ ഡൈ. ഹരിതയുള്ള കേരളം, ഹരിത കേരളം, ശരിക്കും നാച്ചുറൽ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. ചില യാത്രകൾ, ചില ഒത്തുചേരലുകൾ, ചില സമ്മാനങ്ങൾ, ഇതെല്ലാം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാവുമ്പോഴാണ് അത് കൂടുതൽ മനോഹരമാകുന്നത്. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ.
വീണ്ടും വാർത്തകളിലേക്ക്. വടക്കാഞ്ചേരി അത്താണി റെയിൽവേ മേൽപ്പാലത്തിന് സമീപം യുവ ഡോക്ടറെ ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തി. തൃശൂർ മെഡിക്കൽ കോളേജിലെ സൈക്കാട്രിക് വിഭാഗം ഡോക്ടറായ മലപ്പുറം തിരൂരങ്ങാടി സ്വദേശി മടപ്പള്ളി വീട്ടിൽ മുഹമ്മദ് റയാനാണ് മരിച്ചത്. 25 വയസ്സായിരുന്നു. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് മെഡിക്കൽ കോളേജ് പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. തൃശൂരിൽ വീണ്ടും റൂട്ട് തെറ്റിച്ചോടിയ സ്വകാര്യ ബസ് മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റ് വിഭാഗം പിടികൂടി പിഴയിട്ടു. കൊടുങ്ങല്ലൂർ തൃശൂർ റൂട്ടിലോടുന്ന വൈറ്റ് ലൈൻ എന്ന ബസ്സാണ് പിടികൂടിയത്. സ്വരാജ് റൗണ്ടിൽ പ്രവേശിക്കാതെ മെട്രോ ജംഗ്ഷനിൽ യാത്രക്കാരെ ഇറക്കി ശക്തൻ സ്റ്റാൻഡിലേക്ക് പോവുകയായിരുന്നു ബസ്. തൊട്ടുപുറകിലുണ്ടായിരുന്ന ബസ്സിലെ യാത്രക്കാരി ഫോണിൽ ദൃശ്യങ്ങൾ പകർത്തി മോട്ടോർ വാഹന വകുപ്പിന് അയച്ചു കൊടുത്തു. ഇതോടെ മോട്ടോർ വാഹന വകുപ്പ് ശക്തൻ സ്റ്റാൻഡിൽ വെച്ച് ബസ് പിടികൂടി 8000 രൂപ പിഴയിട്ടു. അന്നമനട മഹാദേവ ക്ഷേത്രത്തിൽ ഉത്സവത്തിന് കോലം കെട്ടുന്നതിനിടയിൽ ആനയുടെ ആക്രമണത്തിൽ യുവാവിന് പരിക്കേറ്റു. എരയാംകുടി തുറനല്ലൂർ മനയിൽ വിവേകിനാണ് പരിക്കേറ്റത്. കോലമെടുത്ത് ആനപ്പുറത്തേക്ക് കൊടുക്കുമ്പോഴാണ് സംഭവം. ഇയാളെ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന് ശനിയാഴ്ച കൊടിയേറും. രാവിലെ നടക്കുന്ന ആനയില്ലാ ശീവേലിക്കും ഉച്ചകഴിഞ്ഞ് നടക്കുന്ന ആനയോട്ടത്തിനും ശേഷം രാത്രിയിലാണ് കൊടിയേറ്റം നടക്കുക. സ്വർണ്ണധ്വജത്തിൽ സപ്തവർണ്ണ കൊടി ഉയരുന്നതോടെ ഗുരുപവനപുരി ഉത്സവ ലഹരിയിലാകും. ക്ഷേത്രത്തിൽ ആനയില്ലാതിരുന്ന കാലത്ത് അനുസ്മരിക്കുന്നതിന് വർഷത്തിലൊരിക്കൽ മാത്രം നടക്കാറുള്ള ചടങ്ങുകളാണ് ആനയില്ലാ ശീവേലിയും ആനയോട്ടവും. ഉച്ചകഴിഞ്ഞ് 3-നാണ് ആനയോട്ടം. സന്ധ്യയ്ക്ക് 6:30 കൊടിയേറ്റ ചടങ്ങുകൾ ആരംഭിക്കും. ക്ഷേത്രം ഊരാളൻ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് ക്ഷേത്രം തന്ത്രിക്ക് കുറയും പവിത്രവും നൽകി ആചാര്യവരണം നടത്തും. തുടർന്ന് മുളയറയിൽ ധാന്യങ്ങൾ വിതയ്ക്കും. സപ്തവർണ്ണ കൊടിക്കൂറയിലേക്ക് ദേവചൈതന്യം സന്നിവേശിപ്പിച്ചതിനു ശേഷം തന്ത്രി കൊടിയേറ്റം നടത്തും. ഉത്സവ ദിവസങ്ങളിൽ ക്ഷേത്രത്തിലെത്തുന്ന മുഴുവൻ ഭക്തജനങ്ങൾക്കും രാവിലെ പ്രസാദമായി കഞ്ഞിയും പുഴുക്കും നൽകും. ദിവസവും കാഴ്ചശിവേലിക്ക് പ്രഗത്ഭരുടെ മേളം അകമ്പടിയാകും. രാത്രിയിൽ ശ്രീഭൂതബലിക്ക് ഗുരുവായൂരപ്പനെ വടക്കേനടയിൽ എഴുന്നള്ളിച്ചു വയ്ക്കും. പഴുക്കാമണ്ഡപത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന ഗുരുവായൂരപ്പിന് മുന്നിൽ തായമ്പക അവതരിപ്പിക്കാൻ തുടക്കക്കാർ മുതൽ പ്രഗത്ഭർ വരെ എത്തും. ദിവസവും 3 തായമ്പകയാണ് ഉണ്ടാവുക. മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിലും 2 താൽക്കാലിക വേദികളിലുമായി വിവിധ കലാപരിപാടികൾ അരങ്ങേറും. മാർച്ച് 8-നാണ് പള്ളിവേട്ട. 9-ന് ആറാട്ടിന് ശേഷം കൊടിയിറക്കത്തോടെ ഉത്സവത്തിന് സമാപനമാകും. TCV ന്യൂസ്, ഗുരുവായൂർ. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന്റെ ചടങ്ങുകളിൽ പ്രധാനമായ തത്വകലശാഭിഷേകം നടന്നു. പാണിവാദ്യത്തിന്റെ അകമ്പടിയോടെ 975 വെള്ളിക്കുംഭങ്ങളിലും 26 സ്വർണ്ണക്കുംഭങ്ങളിലും കലശദ്രവ്യങ്ങളും ജലവും നിറച്ചു. തൃപ്പുകയ്ക്ക് ശേഷം സഹസ്ര കലശം അഭിഷേകം ചെയ്യാനുള്ള ഭഗവാന്റെ അനുവാദവും അനുഗ്രഹവും തേടുന്ന അനുജ്ഞ എന്ന പ്രാർത്ഥനാ ചടങ്ങും നടന്നു. തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാടിന്റെ സാന്നിധ്യത്തിൽ ചേനാസ് കൃഷ്ണൻ നമ്പൂതിരിപ്പാടാണ് തത്വകലശാഭിഷേകം നിർവഹിച്ചത്. 1000 കലശാഭിഷേകവും ബ്രഹ്മകലശാഭിഷേകവും വെള്ളിയാഴ്ച നടക്കും. ദളിതരുടെയും മതന്യൂനപക്ഷങ്ങളുടെയും സാമൂഹ്യ ഇടപെടൽ എന്ന വിഷയത്തിൽ സമദർശി സംഘടിപ്പിക്കുന്ന ദ്വിദിന സെമിനാറിന് തൃശൂരിൽ തുടക്കമായി. ഫാസിസത്തിന്റെ വേരോട്ടത്തിന് വളക്കൂറുള്ള മണ്ണാണ് ഇന്ത്യയെന്ന് JNU മുൻ അധ്യാപകൻ ഡോക്ടർ AK രാമകൃഷ്ണൻ സെമിനാറിൽ അഭിപ്രായപ്പെട്ടു. ജനാധിപത്യത്തിൽ തന്നെയാണ് സ്വേച്ഛാധിപതികൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് സ്വേച്ഛാധിപത്യം ഇല്ലാതാകാൻ ജനാധിപത്യം വേണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഡോക്ടർ MH ഇലിയാസ്, ഡോക്ടർ TS ശ്യാംകുമാർ എന്നിവർ സംസാരിച്ചു. ഡോക്ടർ ഫസീല തരികത്ത് മോഡറേറ്ററായിരുന്നു. സമദർശി ഭാരവാഹികളായ KL ജോസ്, PN ഗോപികൃഷ്ണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾ ഗവേഷണോന്മുഖ പ്രവർത്തനങ്ങളിൽ കൂടുതലായി ഏർപ്പെടുകയും നാടിനാവശ്യമായ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും ഇതിലൂടെ കണ്ടെത്തി സമൂഹത്തിന് നൽകാൻ തയ്യാറാവണമെന്നും മന്ത്രി R. ബിന്ദു. കേരളത്തിലെ 6 ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ കെട്ടിടങ്ങളുടെ ഉദ്ഘാടനം തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി. തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ 10.48 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ബ്ലോക്കും സിവിൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ സ്ട്രക്ചർ എഞ്ചിനീയറിംഗ് ബ്ലോക്കും മന്ത്രി ഉദ്ഘാടനം ചെയ്തു. ഇതോടൊപ്പം സംസ്ഥാനത്തെ വിവിധ കോളേജുകളിലെ കെട്ടിടങ്ങളുടെ ഉദ്ഘാടനം ഓൺലൈനായി മന്ത്രി നിർവഹിച്ചു. ചടങ്ങിൽ P. ബാലചന്ദ്രൻ MLA അധ്യക്ഷത വഹിച്ചു. മുൻ മന്ത്രി VS സുനിൽകുമാർ, സാങ്കേതിക വിദ്യാഭ്യാസ ഡയറക്ടർ ഡോക്ടർ ജയപ്രകാശ് തുടങ്ങിയവർ പങ്കെടുത്തു. സമൂഹ രൂപീകരണത്തിന്റെ ദൗത്യം ഏറ്റെടുക്കുമ്പോൾ അതിന്റെ മുന്നിൽ നിന്ന് നയിക്കേണ്ട ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഗണ്യമായ പരിഗണന നൽകിയ 5 വർഷക്കാലമാണ് നാം പിന്നിടുന്നത്. പ്രത്യേകിച്ച് സാങ്കേതിക വിദ്യാഭ്യാസ മേഖലയിൽ നല്ലതുപോലെ ബജറ്ററി അലോക്കേഷൻസ് ഉറപ്പാക്കിക്കൊണ്ട് കാതലായ ഉയർത്തുകയും എല്ലാം ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടി ചികിത്സാ പിഴവ് മൂലം കാഴ്ചശക്തി നഷ്ടപ്പെട്ട സനൂപിനെ കോവൈ അരവിന്ദ് കണ്ണാശുപത്രിയിൽ പ്രവേശിപ്പിക്കുമെന്ന് KPCC ജനറൽ സെക്രട്ടറി അനിൽ അക്കര.
സനൂപിന് സ്മാർട്ട് ഗ്ലാസ് വെച്ച് കാഴ്ച പരിമിതിയെ മറികടക്കാനുള്ള പരിശീലനമാണ് ആദ്യഘട്ടത്തിൽ നൽകുക. പിന്നീട് കാഴ്ച പൂർണ്ണമായും തിരികെ ലഭിക്കാനുള്ള മറ്റ് സാധ്യതകൾ പരിശോധിക്കുമെന്നും അനിലക്കര അറിയിച്ചു. ഗുരുവായൂർ ദേവസ്വം നിർമ്മിച്ച സ്ലാബ് മതിൽ മണിക്കൂറുകൾക്കകം അജ്ഞാതർ തകർത്തു. തെക്കേ നടയിൽ ദേവസ്വം അഡ്മിനിസ്ട്രേറ്ററുടെ വസതിയോട് ചേർന്നുള്ള പറമ്പിലെ മതിലാണ് തകർത്തത്. ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ ടെമ്പിൾ പോലീസിൽ പരാതി നൽകി. 2 ഏക്കറോളം വരുന്ന ദേവസ്വം വക സ്ഥലത്ത് 30 മീറ്റർ ദൂരത്തിലാണ് ബുധനാഴ്ച മതിൽ നിർമ്മിച്ചത്. അതേസമയം കാനയ്ക്ക് സമീപത്തായി ദേവസ്വം അനധികൃതമായി മതിൽ നിർമ്മിക്കുന്നുവെന്നാരോപിച്ച് നാട്ടുകാർ നഗരസഭാ സെക്രട്ടറിക്ക് പരാതി നൽകിയിരുന്നു. ഗുരുവായൂരിൽ പൊട്ടിവീണ വൈദ്യുതി കമ്പിയിൽ നിന്ന് ഷോക്കേറ്റ് വളർത്തുനായ ചത്തു. ചാമുണ്ടേശ്വരി ചേറൂസ് ലൈനിൽ ഗീതയുടെ ലാബ്രഡോർ ഇനത്തിൽപ്പെട്ട നായയാണ് ചത്തത്. വൈദ്യുതി നിലച്ചതിനെ തുടർന്ന് പരിസരവാസികൾ വീടിന് പുറത്തിറങ്ങി നോക്കിയപ്പോഴാണ് നായയെ ചത്ത നിലയിൽ കണ്ടെത്തിയത്. ഉടൻ തന്നെ KICB അധികൃതരെ വിവരം അറിയിക്കുകയായിരുന്നു. ചാലക്കുടി മോതിരക്കണ്ണിയിൽ കാട്ടാനകൾ കാർഷിക വിളകൾ നശിപ്പിച്ചു. മോതിരക്കണ്ണി പള്ളിക്ക് സമീപം തരിപ്പായി മേരി, കോൾക്കുന്ന് മേരി എന്നിവരുടെ വീട്ടുപറമ്പിലാണ് ആനകൾ നാശനഷ്ടമുണ്ടാക്കിയത്. വാഴ, കവുങ്ങ് തുടങ്ങിയവയാണ് പ്രധാനമായും പിഴുതെറിഞ്ഞത്. പ്രദേശത്തെ കുടിവെള്ള പൈപ്പും ആനകൾ തകർത്തു. 2 മാസത്തിനിടെ ഇത് 4ാം തവണയാണ് പൈപ്പ് നശിപ്പിക്കുന്നത്. വിവരമറിഞ്ഞ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി നിരീക്ഷണം നടത്തി. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വീണ്ടും വാർത്തകളിലേക്ക്. കവിയും സംഗീതജ്ഞനുമായിരുന്ന സുജൻ പൂപ്പത്തിയുടെ സ്മരണാർത്ഥം കാവിശിഖ ഏർപ്പെടുത്തിയ കവിതാ പുരസ്കാരത്തിന് NS സുമേഷ് കൃഷ്ണൻ, ഉദയ പയ്യന്നൂർ എന്നിവർ അർഹരായി. മാർച്ച് 8-ന് മാള വലിയപറമ്പിൽ നടക്കുന്ന അനുസ്മരണ സമ്മേളനത്തിൽ പുരസ്കാര സമർപ്പണം നടത്തും. സാഹിത്യ അക്കാദമി പ്രസിഡന്റ് K സച്ചിദാനന്ദൻ ഉദ്ഘാടനം ചെയ്യും. കവി കുരീപ്പുഴ ശ്രീകുമാർ പുരസ്കാര സമർപ്പണം നടത്തും. ചെയർമാൻ ഡോക്ടർ C രാവുണ്ണി, ഷൈജു P കാർത്തികേയൻ, ബിനില K ബാബു, ജയറാം വാഴൂർ, ചാക്കോ D അന്തിക്കാട് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ശ്രീനാരായണപുരം കട്ടൻ ബസാറിൽ ഹോൺ അടിച്ചതിനെ ചൊല്ലിയുള്ള തർക്കത്തിൽ സ്കൂൾ ബസ് ഡ്രൈവർക്ക് മർദ്ദനമേറ്റു. ഉമരിയ പബ്ലിക് സ്കൂളിലെ ഡ്രൈവർ പടിഞ്ഞാറെ വെമ്പല്ലൂർ പുന്നിലത്ത് അൻസലിനാണ് മർദ്ദനമേറ്റത്. കുട്ടികളുമായി സ്കൂളിലേക്ക് പോകുന്നതിനിടെ മുന്നിൽ പോയ പഴക്കച്ചവടക്കാരുടെ വാഹനത്തെ മറികടക്കാനായി അൻസൽ ഹോൺ അടിച്ചതിനെ തുടർന്ന് വാക്കുതർക്കം നടന്നിരുന്നു. പിന്നീട് കുട്ടികളുമായി തിരിച്ചു പോകും വഴി ബസ് തടഞ്ഞു നിർത്തി പതിയാശ്ശേരി സ്വദേശികളായ ഷിഹാബ്, സുബൈർ എന്നിവർ ഇരുമ്പ് വടികൊണ്ട് ആക്രമിക്കുകയായിരുന്നുവെന്ന് അൻസൽ പറഞ്ഞു. സാരമായി പരിക്കേറ്റ അൻസലിനെ കൊടുങ്ങല്ലൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വണ്ടിക്കാരായിട്ട് ചെറിയൊരു വാക്ക് തർക്കമുണ്ടായിരുന്നു, ഹോൺ അടിച്ചിട്ട് ബന്ധപ്പെട്ട്. അത് അപ്പോൾ കഴിഞ്ഞ് പോയതാണ് രാവിലെ. പിന്നെ വൈകുന്നേരത്തെ സ്കൂൾ ട്രിപ്പായിട്ട് വരുമ്പോഴാണ് ഇവരെ വഴിയിൽ കട്ടമസാറ് റോഡിൽ വെച്ച് കാണുകയും അവർ കൈ കാണിച്ചപ്പോൾ ഞാൻ വണ്ടി ഒതുക്കി നിർത്തി. വണ്ടി ഒതുക്കി നിർത്തി തന്നെ അവർ രണ്ടുപേരും കൂടി ആക്രമിക്കുന്നുണ്ടായിരുന്നു. ഇരുമ്പടിക്കൊക്കെ തലക്കടിച്ച് അതുകൂടാതെ ഇഷ്ടിക വെച്ചൊക്കെ എനിക്കായിരുന്നു. അടി കിട്ടിയപ്പോൾ ബോധം പോയി ഞാൻ അവിടെ പറമ്പിൽ വീഴുകയാണ് ചെയ്തത്. കോളേജ് വിദ്യാർത്ഥികൾക്കായി തൃശൂർ ഓഷ്യസ് സ്കിൽസ് അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ പ്രോജക്ട് മേള മത്സരം സംഘടിപ്പിച്ചു. BCA, BSc കമ്പ്യൂട്ടർ സയൻസ്, BVOC, IT ആൻഡ് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ്, BTech കമ്പ്യൂട്ടർ സയൻസ് എന്നിവയിലെ അവസാന വർഷ വിദ്യാർത്ഥികൾക്ക് അവരുടെ നൂതന പ്രോജക്റ്റുകൾ അവതരിപ്പിക്കാനുള്ള അവസരമായിട്ടാണ് പരിപാടി സംഘടിപ്പിച്ചത്. പാറമേക്കാവ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ നടന്ന മേള VK ശ്രീധേഷ് ഉദ്ഘാടനം ചെയ്തു. കോളേജ് BCA വിഭാഗം മേധാവി സൗമ്യ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ പ്രശാന്ത് എന്നിവർ അതിഥികളായി. സമാപന ചടങ്ങിൽ മത്സര വിജയികൾക്ക് ക്യാഷ് അവാർഡുകൾ വിതരണം ചെയ്തു. 118 പേർ 9 ഭാഷകളിലായി ബൈബിൾ പകർത്തി എഴുതുന്നു. ചേറ്റുപുഴ കർമ്മലമാത ഇടവകയിലാണ് വ്യത്യസ്തമായ ബൈബിൾ പകർത്തിയെഴുത്ത് നടക്കുന്നത്. ചേറ്റുപുഴ കർമ്മലമാത ഇടവകയുടെ സിൽവർ ജൂബിലിയോടനുബന്ധിച്ച് 25 പേർ ബൈബിൾ പകർത്തിയെഴുതാൻ ഉദ്ദേശിച്ചായിരുന്നു തുടക്കം. എന്നാൽ കൂടുതൽ പേർ താൽപര്യപൂർവ്വം മുന്നോട്ട് വരികയായിരുന്നു എന്ന് വികാരി ഫാദർ സെബാസ്റ്റ്യൻ ആരുശ്ശേരിയിൽ പറഞ്ഞു. ആദ്യം ഞങ്ങൾ 25 പേര് 25 വർഷത്തോടനുബന്ധിച്ച് ബൈബിൾ എഴുതുവാൻ തീരുമാനമെടുത്തപ്പോൾ മറ്റനേകം ആളുകൾ
ഞങ്ങൾക്കും എഴുതുവാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വരികയാണ് ചെയ്തത്. അങ്ങനെ 118 പേര് വിവിധങ്ങളായ ഭാഷകളിൽ ബൈബിൾ എഴുതിക്കൊണ്ടിരിക്കുന്ന ദിവസങ്ങളിലൂടെ കടന്നു പോവുക. ഇടവകാംഗങ്ങൾ തമ്മിലുള്ള അടുപ്പവും സ്നേഹവും കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനു വേണ്ടിയാണ് ഇത്തരത്തിലൊരു ഉദ്യമത്തിന് തുടക്കം കുറിച്ചത് എന്ന് സിൽവർ ജൂബിലി ആഘോഷ കമ്മിറ്റി കൺവീനർ PV ആൻഡോ പറഞ്ഞു. ഈ ജൂബിലി വർഷത്തിൽ ഇടവക ജനം ഒന്നായി നിൽക്കാൻ, ഐക്യത്തിലും സ്നേഹത്തിലും ഉറപ്പിച്ചു നിർത്താൻ ഈ ഇടവക കൈക്കൊണ്ട ആദ്യത്തെ പ്രവർത്തനമാണ്, ജൂബിലി പ്രവർത്തനമാണ് ബൈബിൾ പകർത്തിയെഴുത്ത്. മലയാളം, ഇംഗ്ലീഷ് ഭാഷകളിലാണ് കൂടുതൽ പേരും ബൈബിൾ പകർത്തി എഴുതുന്നത്. എന്നാൽ തമിഴ്, കന്നഡ, ഹിന്ദി, സംസ്കൃതം, ജർമ്മൻ, ഫ്രഞ്ച് എന്നീ ഭാഷകളിലും വിവിധ വ്യക്തികൾ ബൈബിൾ പകർത്തി എഴുതുന്നുണ്ട്. പലരും ഇതിനോടകം എഴുതി കഴിഞ്ഞതായി കൺവീനർ ആശ ജോർജ് പറഞ്ഞു. പ്രാർത്ഥനാ ചൈതന്യത്തിന്റെ നിറവിൽ എഴുതിക്കൊണ്ടിരിക്കുന്ന ഈ ബൈബിൾ അവരുടെ ജീവിതത്തിലും വളരെയധികം മാറ്റങ്ങൾ വരുത്തിയതായിട്ടാണ് നമ്മൾക്ക് പറഞ്ഞു കേൾക്കുവാൻ സാധിച്ചത്. ഈ ബൈബിൾ എഴുതുന്നത് ഓരോരുത്തരും ആവേശത്തോടും ഉത്സാഹത്തോടും കൂടി ചെയ്ത് ഇതിനോടകം തന്നെ 35ഓളം പേരോളം ബൈൻഡ് ചെയ്യുകയും അത് സമർപ്പണത്തിന് യോഗ്യമാം വിധത്തിലാക്കുകയും ചെയ്തു. സിൽവർ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി ദേവാലയത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങളും പുരോഗമിക്കുകയാണ്. മെയ് 1 നടക്കുന്ന ദേവാലയ പുനർകൂദാശ ചടങ്ങിൽ പകർത്തി എഴുതിയ 118 ബൈബിളുകൾ അൾത്താരയിൽ സമർപ്പിക്കും. TCV ന്യൂസ്, തൃശൂർ. തൃശൂർ ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടന ഏർപ്പെടുത്തിയ അവാർഡുകൾ പ്രഖ്യാപിച്ചു. നടവരമ്പ് ഗവൺമെന്റ് സ്കൂളിലെ MV ഉഷയാണ് മികച്ച പ്രധാന അധ്യാപിക. വിവിധ വിഷയങ്ങളിലെ അധ്യാപകർക്കുള്ള അവാർഡുകളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഏപ്രിൽ 19 നടക്കുന്ന 14ാം വാർഷികാഘോഷ പരിപാടിയിൽ അവാർഡുകൾ വിതരണം ചെയ്യുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. അവാർഡ് നിർണയ കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് ഷോബി വർഗീസ്, മറ്റു ഭാരവാഹികളായ AS കൊച്ചനിയൻ, M സലീം, ഡോക്ടർ ദയാനന്ദൻ വൈക്കാട്ടിൽ, ബാബു മുക്കാപ്പുഴ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പഴുവിൽ പുത്തൻതോട് പഴയ പാലത്തിന്റെ കൈവരിയിൽ യുവാവിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. എടമുട്ടം സ്വദേശിയും ഇപ്പോൾ പഴുവിൽ കാരാൻമൂലയിൽ ഫ്ളാറ്റിൽ താമസക്കാരനുമായ സനീഷാണ് മരിച്ചത്. 39 വയസ്സായിരുന്നു. അന്തിക്കാട് പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. ഗുരുവായൂർ ഇരിങ്ങപ്പുറത്ത് പലിശ മാഫിയയുടെ ഭീഷണിയെ തുടർന്ന് വീട്ടമ്മ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഉൾപ്പെട്ടവരെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് SDPI പ്രവർത്തകർ ധർണ നടത്തി. കോട്ടപ്പടി സെന്ററിൽ നടന്ന ധർണ ജില്ലാ സെക്രട്ടറി TM അക്ബർ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് KH ഷാജഹാൻ അധ്യക്ഷത വഹിച്ചു. മണ്ഡലം സെക്രട്ടറി ഡോക്ടർ PN മുഹമ്മദ് മുസമിൽ, ചാവക്കാട് മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റ് ദിലീപ് അത്താണി, ജബ്ബാർ അണ്ടത്തോട്, ഡോക്ടർ സക്കീർ ഹുസൈൻ, ഷഫീദ് ബ്ലാങ്ങാട് തുടങ്ങിയവർ സംസാരിച്ചു. ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 14,820 രൂപ, പവന് 1,11,560 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഹൃദയം തൊടുന്ന സുവർണ നിമിഷങ്ങൾ. MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. തൃശൂർ നഗര പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഹൃദയം തൊടുന്ന സുവർണ നിമിഷങ്ങൾ. MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. തൃശൂർ നഗരത്തെ ഓക്സിജൻ ഗ്രീൻ സിറ്റിയാക്കുമെന്ന് കോർപ്പറേഷൻ ബജറ്റിൽ പ്രഖ്യാപനം. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന പൊതുജന സേവന സംവിധാനം, പ്ലാസ്റ്റിക് മാലിന്യത്തിൽ നിന്ന് ഡീസൽ ഉൽപ്പാദിപ്പിക്കുന്ന പ്ലാന്റ്, ഫ്ലൈ ഓവറുകളുടെ നിർമ്മാണം തുടങ്ങിയ തൊടുന്ന സുവർണ നിമിഷങ്ങൾ. MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ.
തൃശൂർ നഗരത്തെ ഓക്സിജൻ ഗ്രീൻ സിറ്റിയാക്കുമെന്ന് കോർപ്പറേഷൻ ബജറ്റിൽ പ്രഖ്യാപനം. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന പൊതുജന സേവന സംവിധാനം, പ്ലാസ്റ്റിക് മാലിന്യത്തിൽ നിന്ന് ഡീസൽ ഉൽപ്പാദിപ്പിക്കുന്ന പ്ലാന്റ്, ഫ്ലൈ ഓവറുകളുടെ നിർമ്മാണം തുടങ്ങിയ പ്രഖ്യാപനങ്ങളും ബജറ്റിൽ. ഭൂമിക്ക് വേണ്ടി സമരം ചെയ്യുന്നവരെ തല്ലുകയും വെടിവെച്ച് കൊല്ലുകയുമല്ല LDF നയമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. എല്ലാവരെയും ഭൂമി നിയർ ബസ് സ്റ്റാൻഡ് തൃപ്രയാർ. തൃശൂർ നഗരത്തെ ഓക്സിജൻ ഗ്രീൻ സിറ്റിയാക്കുമെന്ന് കോർപ്പറേഷൻ ബജറ്റിൽ പ്രഖ്യാപനം. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന പൊതുജന സേവന സംവിധാനം, പ്ലാസ്റ്റിക് മാലിന്യത്തിൽ നിന്ന് ഡീസൽ ഉൽപ്പാദിപ്പിക്കുന്ന പ്ലാന്റ്, ഫ്ലൈ ഓവറുകളുടെ നിർമ്മാണം തുടങ്ങിയ പ്രഖ്യാപനങ്ങളും ബജറ്റിൽ. ഭൂമിക്ക് വേണ്ടി സമരം ചെയ്യുന്നവരെ തല്ലുകയും വെടിവെച്ച് കൊല്ലുകയുമല്ല LDF നയമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. എല്ലാവരെയും ഭൂമിയുടെ അവകാശികളാക്കി മാറ്റാനാണ് സർക്കാർ ശ്രമമെന്ന് മുഖ്യമന്ത്രി. നഗരത്തെ ഓക്സിജൻ ഗ്രീൻ സിറ്റിയാക്കുമെന്ന് കോർപ്പറേഷൻ ബജറ്റിൽ പ്രഖ്യാപനം. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന പൊതുജന സേവന സംവിധാനം, പ്ലാസ്റ്റിക് മാലിന്യത്തിൽ നിന്ന് ഡീസൽ ഉൽപ്പാദിപ്പിക്കുന്ന പ്ലാന്റ്, ഫ്ലൈ ഓവറുകളുടെ നിർമ്മാണം തുടങ്ങിയ പ്രഖ്യാപനങ്ങളും ബജറ്റിൽ. ഭൂമിക്ക് വേണ്ടി സമരം ചെയ്യുന്നവരെ തല്ലുകയും വെടിവെച്ച് കൊല്ലുകയുമല്ല LDF നയമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. എല്ലാവരെയും ഭൂമിയുടെ അവകാശികളാക്കി മാറ്റാനാണ് സർക്കാർ ശ്രമമെന്ന് മുഖ്യമന്ത്രി. ഭൂമിയുടെ അവകാശികളാക്കി മാറ്റാനാണ് സർക്കാർ ശ്രമമെന്ന് മുഖ്യമന്ത്രി. തൃശൂരിൽ BJPക്ക് കളത്തിലിറങ്ങി പത്മജ വേണുഗോപാൽ. ചുവരെഴുതി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തുടക്കം കുറിച്ചു. മത്സരിക്കാൻ പാർട്ടി നിർദ്ദേശിച്ചിട്ടില്ലെന്നും മത്സരിക്കുകയാണെങ്കിൽ തൃശൂരിലായിരിക്കുമെന്നും പത്മജ. അത്താണി റെയിൽവേ മേൽപ്പാലത്തിന് സമീപം യുവ ഡോക്ടറെ ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തി. തൃശൂർ മെഡിക്കൽ കോളേജിലെ സൈക്യാട്രിക് വിഭാഗം ഡോക്ടർ മുഹമ്മദ് റയാനാണ് മരിച്ചത്. തൃശൂരിൽ BJPക്ക് കളത്തിലിറങ്ങി പത്മജ വേണുഗോപാൽ. ചുവരെഴുതി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തുടക്കം കുറിച്ചു. മത്സരിക്കാൻ പാർട്ടി നിർദ്ദേശിച്ചിട്ടില്ലെന്നും മത്സരിക്കുകയാണെങ്കിൽ തൃശൂരിലായിരിക്കുമെന്നും പത്മജ. അത്താണി റെയിൽവേ മേൽപ്പാലത്തിന് സമീപം യുവ ഡോക്ടറെ ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തി. തൃശൂർ മെഡിക്കൽ കോളേജിലെ സൈക്യാട്രിക് വിഭാഗം ഡോക്ടർ മുഹമ്മദ് റയാനാണ് മരിച്ചത്. തൃശൂരിൽ വീണ്ടും റൂട്ട് തെറ്റിച്ചോടി സ്വകാര്യ ബസ് മോട്ടോർ വാഹന വകുപ്പ് പിടികൂടി പിഴ ഈടാക്കി. കൊടുങ്ങല്ലൂർ തൃശൂർ റൂട്ടിലോടുന്ന വൈറ്റ് ലൈൻ ബസ്സാണ് പിടികൂടിയത്. അന്നമനട മഹാദേവ ക്ഷേത്രത്തിൽ ഉത്സവത്തിനിടെ ആനയുടെ ആക്രമണത്തിൽ യുവാവിന് പരിക്ക്. എരയാംകുടി സ്വദേശി വിവേകിനാണ് പരിക്കേറ്റത്. ഉത്സവത്തിനൊരുങ്ങി ഗുരുഭവന ഈടാക്കി. കൊടുങ്ങല്ലൂർ തൃശൂർ റൂട്ടിലോടുന്ന വൈറ്റ് ലൈൻ ബസ്സാണ് പിടികൂടിയത്. അന്നമനട മഹാദേവ ക്ഷേത്രത്തിൽ ഉത്സവത്തിനിടെ ആനയുടെ ആക്രമണത്തിൽ യുവാവിന് പരിക്ക്. എരയാംകുടി സ്വദേശി വിവേകിനാണ് പരിക്കേറ്റത്. ഉത്സവത്തിനൊരുങ്ങി ഗുരുഭവനപുരി. ആനയോട്ടവും കൊടിയേറ്റവും ശനിയാഴ്ച. തത്വകലശാഭിഷേകം നടന്നു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ ഉത്സവത്തിനൊരുങ്ങി ഗുരുഭവനപുരി. ആനയോട്ടവും കൊടിയേറ്റവും ശനിയാഴ്ച. തത്വകലശാഭിഷേകം നടന്നു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.
ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ